എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ഞാൻ ഒന്ന് രണ്ട് വിശുദ്ധരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സഭയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്ത ഒന്ന് രണ്ട് വിശുദ്ധര്. വിശുദ്ധ ഫ്രാൻസിസ് പവോള എന്ന വലിയ ഒരു വിശുദ്ധനുണ്ടായിരുന്നു. 1416 മാർച്ച് 27 ജനിച്ചു. 1507 ഏപ്രിൽ മാസം 2-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ഫ്രാൻസിസ് പവോള എന്ന വലിയ വിശുദ്ധൻ മരിച്ചു. 20-ാമത്തെ വയസ്സിൽ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തു. സന്യാസ ജീവിതം. അദ്ദേഹത്തിന് പ്രവചനപരമുണ്ടായിരുന്നു, പരഹൃദയജ്ഞാനം, അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കൃപ, രോഗശാന്തിപരം, ഒത്തിരി കൃപകൾ, പ്രത്യേകിച്ച് ഭാഷകളുടെ വരം. വ്യത്യസ്തമായ ഭാഷകളിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. വലിയ കൃപയുണ്ടായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച സഭയുടെ പേരാണ് ഫ്രാൻസിസ് മിനിം പ്രേയേഴ്സ്. ഫ്രാൻസിസ് മിനിം പ്രേയേഴ്സ് എന്ന ഒരു സഭ അദ്ദേഹം സ്ഥാപിച്ചു. എൻ്റെ സ്ഥാപകനാണ്. ഇനി അദ്ദേഹം ചെയ്ത ഏതാനും അത്ഭുതങ്ങൾ നിങ്ങൾ കേട്ടുകൊള്ളുക. ഒന്ന്, അദ്ദേഹത്തിനുണ്ടായിരുന്ന അത്ഭുത പ്രവർത്തനപരം. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു പുഴ കടന്ന് അക്കരയ്ക്ക് പോകണം. അദ്ദേഹം ജനിച്ചത് വളർന്നതും ഒക്കെ ഇറ്റലിയിലാണ്. പുഴ കടന്ന് അക്കരയ്ക്ക് പോകണം. പുഴയുടെ അവിടെ ചെന്ന് ഇപ്പോൾ വള്ളക്കാരൻ അദ്ദേഹത്തെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ മനസ്സ് കാണിച്ചില്ല. ഫ്രാൻസിസ് പവോള എന്ത് ചെയ്തോ, തൻ്റെ മേലങ്കി എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. മേലങ്കി എടുത്ത് വെള്ളത്തിന് മുന്നിട്ടിട്ട് മേലങ്കി കയറുന്നു. മേലങ്കി ഇങ്ങനെ പോവുകയാണ്. വെള്ളത്തിലൂടെ മേലങ്കി അക്കരയ്ക്ക് പോയി. ഹല്ലേലൂയ. അതായത് ഒരു മോട്ടർ പിടിപ്പിച്ചിട്ട് എങ്ങനെ പോകും, അതുപോലെ മേലങ്കി ഇങ്ങനെ പോവുകയാണ്. ഫ്രാൻസിസ് പവോള മേലങ്കിയുടെ പുറത്ത് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന അസാധാരണമായ അത്ഭുതം. അദ്ദേഹത്തിന് വെള്ളത്തിൻ്റെ മീതെ മേലങ്കി ഇട്ടിട്ട് യാത്ര ചെയ്യാനുള്ള അത്ഭുതകരമുണ്ടായിരുന്നു. ഒരിക്കലും ഇറ്റലിയിൽ നിന്ന് സിസിലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പുഴയിലൂടെ അദ്ദേഹം പോവുകയാണ്. മേലങ്കി വെള്ളത്തിന് മേലിട്ടു, കൂടെ സഹായിയുണ്ട്. രണ്ടുപേരും മേലങ്കിന് മേൽ നിൽക്കുക. മേലങ്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ കരയിൽ കാണാം, അന്ന് ക്രൂശ് മരണമൊക്കെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് കുരിശേൽ ഒരു മനുഷ്യനെ തൂക്കിക്കൊന്നിട്ടിരിക്കുക. ഫ്രാൻസിസ് പവോളയും കൂടെയുള്ള സഹായം കൂടി അവിടെ ഇറങ്ങി. എന്നിട്ട് അവർ ഈ മനുഷ്യനെ ആ കുരിശിൽ നിന്ന് താഴെ ഇറക്കുകയാണ്. മരിച്ചിട്ട് തൂക്കിക്കൊന്നിട്ട് 3 ദിവസം കഴിഞ്ഞു. മരിച്ച മനുഷ്യനെ താഴെ ഇറക്കിയിട്ട് ഫ്രാൻസിസ് പവോള യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവൻ പ്രാപിച്ച് മരിച്ച് 3 ദിവസം കഴിഞ്ഞ മനുഷ്യൻ ഉയർത്തി നിൽക്കുന്നു. ആ മനുഷ്യൻ പിന്നീട് ഒരു വൈദികനായിട്ട് തീരുന്ന അത്ഭുതം. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഫ്രാൻസിസ് പവോളയുടെ സഹോദരി ബ്രിജിത്തിന്റെ ഒരു മകനുണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ. അവന് വൈദികനാകാൻ പോകാൻ വലിയ ആഗ്രഹം. പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല. ഈ മകന് അവൻ്റെ പേര് നിക്കോളാസ് ഡി അലേസോ എന്ന്. നിക്കോളാസ് ഡി അലേസോ. നിക്കോളാസിന് എന്തോ രോഗം ബാധിച്ചു മരിച്ചു. അവനെ അടക്കുവാനായിട്ട് കൊണ്ടുവന്നു. ഫ്രാൻസിസ് പവോള തൻ്റെ മുറിയിലേക്ക് അമൃതശരം മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് ആ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. നിക്കോളാസ് ഉയർത്തി നിൽക്കുകയാണ്. ജീവൻ പ്രാപിച്ച് ഉയർത്തി നിൽച്ചു. ഹല്ലേലൂയ. പിറ്റേ ദിവസം തൻ്റെ സഹോദരിയോട് ചോദിക്കുന്നു, നിന്റെ മകനെ ഉയർപ്പിച്ച് കിട്ടിയാൽ നീ വൈദികനാകാൻ വിടാൻ തയ്യാറാണോ? ബ്രിജിത്ത് പറയുന്നു, അതെ, വൈദികനാകാൻ വിടാൻ തയ്യാറാണ്. ഉയർപ്പിച്ച മകനെ സഹോദരിക്ക് കൊടുക്കുകയാണ്, നിക്കോളാസിനെ. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ ചരിത്രത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 6 മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധനാണ് ഫ്രാൻസിസ് പവോള. അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ ഗവർണർമാർ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ വിളിക്കും. ഒരിക്കലൊരു ഗവർണറുടെ വീട്ടിൽ അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണമേശയിൽ ഒരു വറുത്ത മീൻ, ഒരു ഫുൾ മീൻ ഇരിക്കുക. അദ്ദേഹം എന്തെന്നറിയാമോ,
അന്നേരം മീൻ കഴിക്കുന്ന സമയമല്ല, മീൻ കയ്യിലെടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് വെള്ളത്തിലേക്ക് വിട്ടു. വറുത്ത മീൻ വെള്ളത്തിലൂടെ നീന്തി തുടിക്കുന്ന അത്ഭുതം. ഹല്ലേലൂയ. ഈ ഫ്രാൻസിസ് പവോള എന്ന വ്യക്തി 20-ാമത്തെ വയസ്സിൽ താപസ ജീവിതം തെരഞ്ഞെടുത്തു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന അത്ഭുതം നടക്കും. അങ്ങനെ ഒരു വ്യക്തിയിലൂടെ ദൈവത്തിന് ചെയ്യണമെങ്കിൽ ഒരു സഹനത്തിന്റെ ജീവിതം, തപശ്ചര്യയുടെ ജീവിതം, ഒരു താപസന്റെ ജീവിതം, ലോകത്തെയും ബന്ധങ്ങളെയും ഒക്കെ വിട്ട് ദൈവമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ മാത്രമേ കർത്താവിന് ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ വിൻസെന്റ് ഫെറർ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കാമോ? പോരാ, ഉണർവോടെ കരമടിച്ച് ഈശോയെ മഹത്വപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹവും ഇതിൽ ഒത്തിരിയേറെ കൃപാവരങ്ങൾ ഉണ്ടായിരുന്ന വലിയ ഒരു വിശുദ്ധനായിരുന്നു വിൻസെന്റ് ഫെറർ. സ്പെയിനിലാണ് ജനിച്ചത്. 1350 ജനുവരി 23 ജനിച്ചു. 1419 ഏപ്രിൽ 5 69-ാമത്തെ വയസ്സിൽ വിൻസെന്റ് ഫെറർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി. എത്ര മരിച്ചവരെ ഉയർപ്പിച്ചെന്നറിയാമോ? 28 മരിച്ചവരെ ഉയർപ്പിച്ച മഹാവിശുദ്ധന വിശുദ്ധ വിൻസെന്റ് ഫെറർ. കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഓരോ കരം ഉയർത്തി അടിക്കാമോ? യേശുവേ, ആരാധന, ആരാധന. കർത്താവേ, വിൻസെന്റ് ഫെറർ ചൊരിഞ്ഞ എല്ലാ ഹല്ലേലൂയ, വിശുദ്ധ പറയുന്നു. ഹല്ലേലൂയ. ആരാധന, ആരാധന. വിശുദ്ധ വിൻസെന്റ് ഫെറർ ഒരിക്കല് അൽഫോൺസോ ബോർഗിയ എന്ന് പറയുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയെ കണ്ടു. അൽഫോൺസോ ബോർഗിയ എന്നൊരു വൈദിക വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ അദ്ദേഹം വിൻസെന്റ് ഫെറർ ആ വിദ്യാർത്ഥിയുടെ, അൽഫോൺസോ ബോർഗിയയുടെ മുഖത്ത് നോക്കി പറയാണ്, നീ ഒരു മാർപ്പാപ്പ ആകും, എന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. പ്രവചനപരമാണ്. നീ ഒരു മാർപ്പാപ്പ ആകും, എന്നെ വിശുദ്ധനായിട്ട് നീ പ്രഖ്യാപിക്കും. ആ മാർപ്പാപ്പയുടെ പേരാണ് കലിക്ടസ് മൂന്നാമൻ മാർപ്പാപ്പ. കലിക്ടസ് മൂന്നാമൻ മാർപ്പാപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൽഫോൺസോ ബോർഗിയ എന്ന വൈദിക വിദ്യാർത്ഥിയോട് വിൻസെന്റ് ഫെറർ പറഞ്ഞു, നീ ഒരു മാർപ്പാപ്പയായിട്ട് മാറും, നീ എന്നെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ സംഭവിക്കണം. കലിക്ടസ് മൂന്നാമൻ മാർപ്പാപ്പയായിട്ട് ഈ വൈദിക വിദ്യാർത്ഥിയുടെ വൈദികനായി, മെത്രാനായി, മാർപ്പാപ്പ ആയിട്ട് മാറുന്ന വലിയ ഒരു പ്രവചനം. ഹല്ലേലൂയ. പ്രവചനപരത്തിന് വലിയ അഭിഷേകമുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഒരു വൈദികൻ, ബെർണാഡ് എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു വൈദികൻ. ബെർണാഡിനോട് ഒരിക്കലും വിൻസെന്റ് ഫെറർ പറയുകയാണ്, ഞാൻ വിശുദ്ധനാകുന്നതിന് മുമ്പ് അങ്ങയെ വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിക്കും. ബെർണാഡിനോട് പറയുക, ഞാൻ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുൻപ് അങ്ങയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കും. അതുപോലെ തന്നെ സംഭവിച്ചു. ബെർണാഡിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വിൻസെന്റ് ഫെററിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇനി അദ്ദേഹം ചെയ്ത വലിയ അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിച്ച 1-2 സംഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഒരമ്മ, മാനസികരോഗിയായ ഭ്രാന്തിയായ ഒരമ്മ തൻ്റെ 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ വെട്ടിഞ്ഞുറുക്കി. പല കഷണങ്ങളായിട്ട് വെട്ടിഞ്ഞുറുക്കി കൊന്നു. എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ മാംസം എടുത്തിട്ട് മാംസം ഓവനെ വെച്ച് വറുത്തു. ഭർത്താവ് വീട്ടിലില്ല. 5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നിട്ട് വെട്ടിമുറിച്ച് പീസലാക്കിയിട്ട് ഓവനെ കുറെ എടുത്ത് മാംസം എടുത്ത് വറുത്തു. ആ സ്ത്രീയുടെ ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ, കുഞ്ഞിനെ വെട്ടിമുറിച്ച് കൊന്നിട്ടിരിക്കുക, കുറച്ച് മാംസമെടുത്ത് ഓവനെ വെച്ച് വറുത്തിരിക്കുന്ന കാഴ്ച ഈ മനുഷ്യൻ കാണുന്നത്. ഈ അപ്പൻ മോവിട്ട് നിലവിളിച്ചുകൊണ്ട് നേരെ ഓടുകയാണ് വിൻസെന്റ് ഫെററിന്റെ അടുക്കലേക്ക്. അവിടെ ചെന്നിട്ട് വിൻസെന്റ് ഫെററിന്റെ അടുക്കൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിൻസെന്റ് ഫെറർ ആ കൂട്ടത്തിൽ വരിക. വന്നിട്ട് ഈ മരിച്ച വെട്ടിമുറിച്ച ഈ കുഞ്ഞിൻ്റെ ഈ മൃതശരീരത്തിൻ്റെ പീസുകൾ എടുത്തു വെച്ചു. ഓവനെ വെച്ച വറുത്ത പീസുകളും എടുത്തു വെച്ചു. എടുത്ത് ചേർത്തെല്ലാം വെച്ചിട്ട് ആ ബോഡിയിൽ ഒരു കുരിശ് വരച്ച് കൈകൊണ്ട് എന്നിട്ട് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഉയർക്കാൻ. ആ കുഞ്ഞ് ഉയർത്തെഴുന്നേറ്റു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തയ്ക്കും അപ്പുറമായ പ്രവൃത്തികൾ ദൈവമായ കർത്താവ് ചെയ്യുകയാ. നമുക്കിതൊക്കെ വിശ്വസിക്കാൻ പ്രയാസം കാണും, പക്ഷേ ഇത് നടന്നതാ. വിശുദ്ധ വിൻസെന്റ് ഫെററിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നതിനുള്ള അന്വേഷണങ്ങൾ ഇതെല്ലാം പുരോഗമിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെയ്ത അത്ഭുതങ്ങൾ 70,000 അത്ഭുതങ്ങൾ സഭയ്ക്ക് പരിശോധിക്കാനുണ്ടായിരുന്നു. അവസാനം 800ഓളം അത്ഭുതങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചു. അതിൽ ഈ കുഞ്ഞിനെ വെട്ടിമുറിച്ചു കൊന്ന ആ അത്ഭുതമാണ് കാനനൈസേഷന് വേണ്ടി സഭ തിരഞ്ഞെടുത്ത മഹാത്ഭുതം. ഇതുപോലെയുള്ള വിശുദ്ധന്മാര് സഭയിൽ ഉണ്ടായിരുന്നു. ഈ വിശുദ്ധൻ വിൻസെന്റ് ഫെറർ ഏറ്റവും അധികം ആളുകളെ മാനസാന്തരപ്പെടുത്തിയത് യഹൂദന്മാരുടെ ഇടയിലാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചത്. അദ്ദേഹത്തിൻ്റെ 40ാമത്തെ വയസ്സിലാണ് സുവിശേഷ പ്രഘോഷം ആരംഭിച്ചത്. 10,000 മുതൽ 30,000 പേര് വരെ അദ്ദേഹം പ്രസംഗിക്കുന്ന വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു. വലിയൊരു അത്ഭുതം. എന്തു പറയുന്നു അത് ഓരോരുത്തരുടെയും അടുത്തു നിന്ന് പറയുന്നത് പോലെ അവർ കേട്ടിരുന്നു. അതാണ് മറ്റൊരു അത്ഭുതം. 30,000 പേർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോഴും ഓരോരുത്തരും അടുത്തു നിന്ന് അദ്ദേഹം പറയുന്നത് അവർ കേൾക്കുന്ന ഒരു മഹാത്ഭുതം കൂടി നടന്നുകൊണ്ടിരുന്നു. ഒരിക്കൽ ഈ വിൻസെന്റ് ഫെറർ യഹൂദന്മാരുടെ ഒരു സിനഗോഗിലേക്ക് കടന്നു ചെല്ലുകയാണ്. അദ്ദേഹം അവിടെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുക യഹൂദന്മാരുടെ മുൻപിൽ. അപ്പോൾ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പേര് അബ്രാഹാം എന്നാണ്. അദ്ദേഹത്തിന് പ്രസംഗം ഇഷ്ടപ്പെട്ടില്ല. ഈ മനുഷ്യൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ ആ മനുഷ്യൻ ഇരുത്താൻ നോക്കി. അപ്പോൾ വിൻസെന്റ് ഫെറർ പറഞ്ഞു ആ മനുഷ്യൻ പൊക്കോട്ടെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ പുറത്തേക്ക് പോകുന്നവരെ അദ്ദേഹം ചെന്ന് ആളില്ലാത്ത ഭാഗത്തെ മേൽക്കൂര ഈ മനുഷ്യൻ്റെ മേൽ ഇടിഞ്ഞു വീണു. അബ്രാഹാമിൻ്റെ മേൽ ഇടിഞ്ഞു വീണ് അപ്പോൾ തന്നെ അബ്രാഹാം എന്ന മനുഷ്യൻ മരിക്കുകയാണ്. പിന്നെ ഒരു അത്ഭുതം ചെയ്തു. മരിച്ച മനുഷ്യനെ എല്ലാം മാറ്റിയിട്ട് ആളുകൾ മരിച്ച മനുഷ്യനെ എടുത്തു, അബ്രാഹാമിനെ. അവിടെ വെച്ച് തന്നെ സിനഗോഗിൽ വെച്ച് തന്നെ വിൻസെന്റ് ഫെറർ അബ്രാഹാമിനെ ഉയർപ്പിക്കുകയാണ്. ഉയർപ്പിച്ച അബ്രാഹാം മാമോദീസ സ്വീകരിച്ച് ഏലിയാസായി മാറി ഒരു ക്രിസ്ത്യാനിയായിട്ട് അന്നേരവും അദ്ദേഹത്തെ ഉയർപ്പിച്ചു. 2 തവണ ഉയർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ തോമസ് ഡെയർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഇതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുന്ന മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധന്മാര് സഭയിലുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുക, പിശാചുക്കളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുക, മരിച്ചവരെ ഉയർപ്പിക്കുക. ഹല്ലേലൂയ. ഇനി വരും കാലഘട്ടങ്ങളിൽ ഭാരതത്തിൻ്റെ മണ്ണിൽ സുവിശേഷത്തിൻ്റെ അഗ്നി കത്തിപ്പടരണമെങ്കിൽ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ സുവിശേഷത്തിൻ്റെ തീ ആളിപ്പടരുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവദാസന്മാർ മരിച്ചവരെ ഉയർപ്പിക്കുന്ന അസാധാരണമായ അത്ഭുതങ്ങളിൽ വരും കാലഘട്ടങ്ങളിൽ അധികം നാളൊന്നും കൂടാതെ തന്നെ ആ ഒരു അത്ഭുത പ്രവർത്തന വരം അനേക ശുശ്രൂഷകർക്ക് കർത്താവ് കൊടുക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് യഹൂദന്മാരെ മാറ്റിയ വിശുദ്ധന ഫ്രാൻസിസ് പോവോള ലക്ഷക്കണക്കിന് യഹൂദന്മാര് ക്രിസ്ത്യാനികളായിട്ട് മാറി. 28 മരിച്ചവരെ അദ്ദേഹം ഉയർപ്പിച്ചു. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ മരിച്ചവരെ ഉയർപ്പിച്ചു, പൗലോസ് ഉയർപ്പിച്ചു, അനേക വിശുദ്ധർ, സെയിന്റ് ആന്റണി ഉയർപ്പിച്ചു, വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് മരിച്ചവരെ ഉയർപ്പിച്ചു. അനേക വിശുദ്ധർ മരിച്ചവരെ ഉയർപ്പിച്ച അത്ഭുതങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ ഇനി സുവിശേഷവൽക്കരണത്തിൻ്റെ വലിയ ഒരു അഗ്നി പടരാൻ വേണ്ടി, ഈ ഭാരതത്തെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ വേണ്ടി നമ്മൾ ശുശ്രൂഷകർ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കേണ്ട വരമിതാണ്. വരും നാളിൽ അധികമൊന്നും മുൻപോട്ട് പോകാതെ യേശുവേ അനേകം പേർക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള വരം കൊടുക്കണം. അത്രമാത്രം വിശുദ്ധരായ താപസന്മാരെ പോലെ ജീവിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഇവിടെ ഈ ഭാരതത്തിന് മണ്ണിൽ അങ്ങ് ഉയർത്തുവാൻ വേണ്ടി നമുക്ക് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ? 21, 22 വചനങ്ങൾ. 20-ാമത്തെ വചനമാണ് ആ ചോദ്യം. വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ?
യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിക്കുന്നു. അതിന് യേശു ഒരു മറുപടി കൊടുക്കുന്നില്ല, കൊടുക്കുന്നത് ഒരു ഉത്തരമാണ്. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. വരാനിരിക്കുന്നവൻ നീ തന്നെയോ? അതിന് യേശു കൊടുക്കുന്ന ഉത്തരത്തിൽ പറയുന്നുണ്ട്, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, അന്ധന്മാർ കാണുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, തളർവാദ രോഗികൾ എണീറ്റു നടക്കുന്നു, പിശാചുബാധിതർക്ക് മോചനം ലഭിക്കുന്നു. അവിടെയും പറയുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഒരടയാളമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും തന്നെ ശുശ്രൂഷ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരാ. നമ്മൾ ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കണം, കർത്താവ് മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ ശക്തനായവനാണ്. ഈ വരും നാളുകളിൽ ഞാൻ പറയുന്നു, അധികമൊന്നും മുൻപോട്ട് പോകരുത്. 2016, 17, 18 ആകുമ്പോൾ തന്നെ അനേകര് മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള അത്ഭുത കൃപകൾ ശുശ്രൂഷകർക്ക് കർത്താവ് നൽകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ ഭാരതത്തിലെ ഇപ്പോഴത്തെ സാമൂഹ്യ അന്തരീക്ഷ, ഭാരതത്തിലെ പൊതു അന്തരീക്ഷം നമുക്കറിയാം. ഈ അന്തരീക്ഷത്തിൽ സുവിശേഷത്തിൻ്റെ വലിയ ഒരു തീപ്പൊരി നമുക്ക് കത്തിക്കണമെങ്കിൽ, വലിയൊരു അഗ്നി ഈ ഭാരതത്തിൽ നമുക്ക് വിതരണമെങ്കിൽ, സുവിശേഷത്തിൻ്റെ വിത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ, ആന്ധ്രയിലും കർണാടകത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും ജമ്മു കാശ്മീരിലും എല്ലാം സുവിശേഷത്തിൻ്റെ വിത്ത് വിതയ്ക്കണമെങ്കിൽ ദൈവദാസന്മാരുടെ കരങ്ങളിലൂടെ, ഇപ്പോൾ ഫ്രാൻസിസ് പവോളയിലൂടെ, ഫ്രാൻസിസ് അസീസിയിലൂടെ, അല്ലെ ഫ്രാൻസിസ് സേവ്യറിലൂടെ ഒക്കെ സംഭവിച്ചുള്ള അത്ഭുതങ്ങൾ സംഭവിക്കണം. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, അദ്ദേഹം മരിച്ചുപോയ 7 പേരെ ഉയർപ്പിച്ച വ്യക്തിയാ. ഫ്രാൻസിസ് സേവ്യറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ രോഗം ബാധിച്ച് മരിച്ചുപോയി. അദ്ദേഹത്തെ ഗോവയിൽ വെച്ച് ഉയർപ്പിച്ച ഒരു സംഭവം ഫ്രാൻസിസ് സേവ്യറിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്. ലിസ്ബണിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുക. ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ എവിടെയോ ഇരുന്ന് പ്രാർത്ഥനയിൽ മാത്രമാണ്. കപ്പൽ ദിവസങ്ങളോളം യാത്ര പിന്നിടുകയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്ത ഒരു കുടുംബം, അവരുടെ 6 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞ് കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് കടലിലേക്ക് പോയി. കടലിലേക്ക് പോയ ആ കുഞ്ഞിനെ പിന്നെ കിട്ടിയില്ല. കടലിലേക്ക് പോയി, കുഞ്ഞ് മരിച്ചു. കപ്പൽ യാത്രയിലെ ആ കുഞ്ഞിനെ നഷ്ടമായി. 3 ദിവസങ്ങൾ പിന്നിട്ടു. കുഞ്ഞു മരിച്ച വലിയ സങ്കടത്തില് ഈ മാതാപിതാക്കൾ കപ്പലിന്റെ ഉള്ളിലായിരിക്കുകയാ. കപ്പൽ യാത്ര തുടരുക. അന്നേരം അവരറിയുന്നു, 3 ദിവസം പിന്നിട്ടപ്പോൾ അറിയുന്നത്, ഈ കപ്പലിന്റെ ഉള്ളിൽ ഒരു വിശുദ്ധനായ ഒരു വ്യക്തി യാത്ര ചെയ്യുന്നുണ്ട്. അവർ ചെന്ന് കണ്ടുപിടിക്കുന്നു ഫ്രാൻസിസ് സേവ്യർ പുണ്യവാനെ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ പറയുന്നു, 3 ദിവസം മുമ്പ് തങ്ങൾക്ക് തങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ അനുഭവം. ഫ്രാൻസിസ് സേവ്യർ മുട്ടിന്മേൽ നിന്നു, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന മണിക്കൂറുകൾ പിന്നിട്ടു. മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മക്കൾ നഷ്ടപ്പെട്ട ഈ മാതാപിതാക്കളോട് ഫ്രാൻസിസ് സേവ്യർ പുണ്യവാൻ പറയുന്നു, കപ്പലിൻ്റെ ഡെക്കിലേക്ക് ചെല്ലുക, നിങ്ങളുടെ കുഞ്ഞ് അവിടെയുണ്ട്. ഈ മാതാപിതാക്കൾ കപ്പലിൻ്റെ ഡെക്കിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, 3 ദിവസങ്ങൾക്ക് മുൻപ് കടലിൽ പോയി മരിച്ച തങ്ങളുടെ 6 വയസ്സുള്ള കുഞ്ഞ് കപ്പലിൻ്റെ ഡെക്കിൽ ജീവനോടെ ഉണ്ട്. കരമടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഫ്രാൻസിസ് സേവ്യറിന്റെ കരങ്ങളിലൂടെ 7 പേരെ, മരിച്ചവരെ യേശു ഉയർപ്പിച്ചു. 3 ലക്ഷം പേരെ മാമോദീസ മുഖി എന്ന കണക്ക് പറയുന്നത്. ഫ്രാൻസിസ് സേവ്യർ ആ വിശുദ്ധന്റെ കരങ്ങൾ ഉപയോഗിച്ച് 3 ലക്ഷം പേരെ മാമോദീസ മുഖി സഭയിലാക്കി. ഇനി ഈ വരും നാളുകളിൽ ഈ അഭിഷേകമാ തുറക്കപ്പെടേണ്ടത്.
മരിച്ചവർ ഉയർത്തി നിൽക്കണം. ജനം ഓടിക്കൂടണം. ജനം ക്രിസ്തുവിനെ അറിയണം, മാനസാന്തരപ്പെടണം. ക്രിസ്തുവിനെ അറിയുന്ന നിമിഷം തന്നെ അവർ സ്നാനം സ്വീകരിച്ച് സഭയോട് ചേരുന്ന അസാധാരണമായ ഒരു അഭിഷേകത്തിൻ്റെ വെളിപ്പെടുത്തൽ ഇനി തുറക്കപ്പെടണം. രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാവരും സർവശക്തിയോടെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. വലിയ ആഗ്രഹത്തോടെ ഹല്ലേലൂയ, വിശുദ്ധ ഫ്രാൻസിസ് ഹല്ലേലൂയ. സേവ്യറിന്റെ അഭിഷേകം അനേക വൈദികരിലേക്ക്, സിസ്റ്റേഴ്സിലേക്ക്, അനേക ആത്മായ ശുശ്രൂഷയിലേക്ക് വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. ആരാധന. പരിശുദ്ധ ഏകദേശം 400 വിശുദ്ധാത്മാക്കൾ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടെന്നാണ് സഭയുടെ ചരിത്രം. 400 വിശുദ്ധാത്മാക്കൾ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ എലിസബത്തിന്റെ കല്ലറയിൽ നടന്ന ഒരു അത്ഭുതത്തെ പങ്കുവയ്ക്കുക. കപ്പലിൽ വെച്ച് മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മൃതശരീരം അവര് കപ്പലിൽ സൂക്ഷിച്ചു. കപ്പൽ യാത്രയുടെ അവസാനം അന്ത്യത്തിൽ അവർ കരയ്ക്ക് കൊണ്ടുവന്നിട്ട് ആ കപ്പലിൽ എലിസബത്തിനോട് വലിയ ഭക്തരായിട്ടുള്ള അവര് മരിച്ച ബോഡി 40 ദിവസം പിന്നിട്ടിരുന്നു. ഐസിനകത്ത് ഇട്ട് തണുപ്പിച്ചു കൊണ്ടുവന്ന ഈ ബോഡി 40 ദിവസം പിന്നിട്ട് ഈ ബോഡി കൊണ്ടുവന്ന് എലിസബത്തിൻ്റെ കല്ലറയിൽ വെച്ചു. അത്ഭുതം നടക്കുക. 40 ദിവസം മുൻപ് മരിച്ച ആ മനുഷ്യൻ ജീവൻ പ്രാപിച്ചു എന്നാണ് എലിസബത്തിൻ്റെ ചരിത്രം പറയുന്നത്. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കും. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തില് 17-ാം അധ്യായത്തിന്റെ 2-3 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ ഭൂമിയിലുള്ള സകലത്തിൻ്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സാദൃശ്യമായ ശക്തി നൽകുകയും തൻ്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. തൻ്റെ ശക്തിക്ക് സാദൃശ്യമായ ശക്തി ദൈവം മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. തൻ്റെ ശക്തിക്ക് സാദൃശ്യമായ ശക്തി മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. പത്രോസും പൗലോസും അപ്പസ്തോലന്മാരും വിശുദ്ധാത്മാക്കളും ആ ശക്തി തുറക്കപ്പെട്ടപ്പോൾ മരിച്ചവരെ ഉയർപ്പിച്ച അത്ഭുതങ്ങൾ ചെയ്തു. എഫേസോസ്യർക്കെതിരെ ലേഖനത്തിൽ നാം ഒരു വചനം വായിക്കുന്നുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു വചനമാണ്. 1-ാം അധ്യായത്തിൻ്റെ 19-20. അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിന് അനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. 20-ാമത്തെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. ഹല്ലേലൂയ. എല്ലാവരും ചെന്ന് ഹല്ലേലൂയ. ആ വചനം ഒരിക്കൽ കൂടി ഞാൻ പങ്കുവയ്ക്കണം. അതുവഴി അവൻ്റെ പ്രവർത്തനത്തിന് അനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്കൊഴുകുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. അപരിമേയമായ ശക്തി, നമ്മിലേക്കൊഴുകുന്ന ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. 20-ാമത്തെ വചനം, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചപ്പോൾ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. വിശ്വാസികളായ നമ്മിലേക്കൊഴുകുന്ന ഈ മഹാശക്തിയാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചതെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു കൽപ്പിച്ചു, ലാസറെ പുറത്തു വരിക. മരിച്ച ലാസർ പുറത്തു വന്നു. ആ യേശുവിൻ്റെ ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. പത്രോസ് തബീത്തയുടെ ചെന്ന് പറയുന്നു, തബീത്ത എണീക്കൂ. തൽക്ഷണം തബീത്ത ജീവൻ പ്രാപിച്ച് എണീറ്റ് വരുന്നു. വചനം കേട്ടുകൊണ്ടിരുന്ന എവൂത്തിക്കോസ് 2-ാം നിലയിൽ താഴേക്ക് പോയി. അവിടെ എല്ലാവർക്കും സങ്കടമായി. പൗലോസ് അപ്പോസ്തലന്റെ കണ്ണുകൾ നിറഞ്ഞില്ല, നിലവിളിച്ചില്ല. താഴെ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ എവൂത്തിക്കോസിനെ ഇതിൻ്റെ കെട്ടിപ്പിടിച്ചു. തൽക്ഷണം എവൂത്തിക്കോസ് ജീവൻ പ്രാപിച്ചു. ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് തുറന്ന ദൈവശക്തി
മരിച്ചവരെ പോലും ഉയർപ്പിക്കാനുള്ള ശക്തി, അവൻ്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. അവൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ ശക്തി തുറക്കപ്പെടുമ്പോൾ മരിച്ചവർ പോലും ഉയർക്കുന്ന അത്ഭുതം നടക്കും. ഈ ശക്തി ഒഴുകുമ്പോൾ ഇല്ലാത്ത അവയവങ്ങൾ ഉണ്ടാവും. അസാധാരണമായ ഈ ദൈവശക്തിയുടെ വലിയ ഒരു തുറവിക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വരും നാളുകളിൽ അനേകം ദൈവ ശുശ്രൂഷകളിലൂടെ, ദൈവദാസന്മാരിലൂടെ, വൈദികരാകാം, സിസ്റ്റേഴ്സാകാം, അൽമാരാകാം, ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളിലൂടെ മരിച്ചവർ ഉയർത്തി നിൽക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ഭാരതത്തിന് മുന്നിൽ സംഭവിക്കണം. ഭാരതം മുഴുവൻ സുവിശേഷത്തിൻ്റെ അഗ്നി കൊണ്ട് കത്തിപ്പടരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.